അങ്ങനെ രാവിലെ തന്നെ ഐനൂസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവളെ നേരെ കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി ഇവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള പണി നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഒരു ടി വിയിൽ ഒരു കാർട്ടൂണും വെച്ചെടുത്തിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. മുറ്റം 2 ദിവസമായിട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു കാണാനും ഉണ്ടായിരുന്നു. ചപ്പും ചവറൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ തെങ്ങുള്ളതുകൊണ്ട് തന്നെ പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് അങ്ങനെ ആലമ്പായി കിടക്കായിരുന്നു കേട്ടോ. അത് കയ്യോടെ അടിച്ച് വാരിയിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നുണ്ട് മടക്കാൻ വേണ്ടിയിട്ട്. അത് കയ്യോടെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഐനൂസിൻ്റെ ടോയ്സ് ആട്ടോ ഇരിക്കുന്നത്. ഐനൂസ് കളിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ നടക്കണം. അങ്ങനെ അവളുടെ ടോയ്സൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ എന്താ ചെമ്മീൻ കിള്ളാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നേ. ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുന്ന ടൈമിനാട്ടോ ഐനൂസിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചാളയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതും കുഞ്ഞൻ ചാളയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നിന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂല കേട്ടോ. ഞാൻ ഇരുന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. കുറച്ചധികം ഉണ്ടായിരുന്നു ചാള. അങ്ങനെ അതെല്ലാം കൈയോടെ ഇരുന്നിരിപ്പിൽ ഞാനിതാ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് കാലൊക്കെ ഇങ്ങനെ തരിക്കായിരുന്നു കേട്ടോ. പിന്നെ അകത്തിരുന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും. അങ്ങനെ അതെല്ലാം കഴുകി വാരിയിട്ട് സിങ്ങൊക്കെ ഒന്ന് നല്ലോണം തേച്ചൊറിച്ച് കഴുകിയിട്ട് പിന്നെ ചെമ്മീനിലോട്ട് അരപ്പൊക്കെ തേച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ മുളക് ചാറാട്ട വെക്കുന്നത്. അങ്ങനെ അതിലോട്ടും അരപ്പൊക്കെ കലക്കി അതും നല്ലോണം കലക്കിയതിന് ശേഷം നേരെ അടുപ്പത്തോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മീനുണ്ടായിരുന്നു. അത് ഞാൻ വേഗം പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലും ഉപ്പും കായൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി കഴിഞ്ഞപ്പോൾ പാത്രത്തിലോട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നേരെ ചോറ് ആവി കയറ്റാൻ വേണ്ടി പോവാം കേട്ടോ. ഇപ്പം ഞാൻ രണ്ട് മൂന്നല്ല ഞാൻ ഇപ്പം മീൻ കറി വെച്ചാൽ ഇങ്ങനത്തെ ഒരു രീതിയിലാട്ടോ വെക്കുന്നത്. സാധാരണ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് താളിച്ച് അങ്ങനെയായിട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മോളിയാറ്. അങ്ങനെ ഞാനിതാ അതെല്ലാം താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീൻ വറുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. അത് കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അടിച്ചു വാരാമെന്ന് വിചാരിച്ചു കേട്ടോ. അകോ പെരയൊക്കെ ആദ്യമേ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ ഞാനിപ്പോൾ പണി എടുത്തുകൊണ്ട് കുറച്ചും കൂടി ചപ്പും ചവറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കയ്യോടെ അടിച്ചു വാരി തുടച്ചിട്ടിട്ട് ഞാൻ നേരെ പോയി കുളിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാടെ വീട്ടിൽ നിന്ന് കുറച്ച് സാമ്പാർ ഉണ്ടെന്നുണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ ഇന്ന് കറിക്കായിട്ട് കൂട്ടുന്നത്. എനിക്ക് സാമ്പാർ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അങ്ങനെ സാമ്പാറെല്ലാം ചൂടാക്കി മീൻ വറുത്തതും സാമ്പാറും കൂട്ടി ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഐനൂസിനും വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവർ